നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ആധ്യാത്മികതയ്ക്ക് വളരെയധികം വർധനവ് ഒരു ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ദിവസം തോറും ജനങ്ങളിൽ ഭക്തിയുടെ മാർഗങ്ങൾ, ഭക്തിയുടേതായിരിക്കുന്ന പ്രകടനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ മറുഭാഗത്ത് അധാർമികതയുടെയും അഭക്തിയുടെയും ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ വളരെ പരസ്യമായി പോലും പറയുവാൻ കഴിയാത്ത വണ്ണം മ്ലേച്ഛതകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അഭിഷക്തനായ ഇസ്രായേലിൻ്റെ 2ാം രാജാവായിരുന്ന ദാവീദിൻ്റെ വാക്കുകൾ ഓർക്കുകയാണ്. 12ാം സങ്കീർത്തനം അതിൻ്റെ 1ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തൻ 2 വിഷയമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്: രക്ഷിക്കണമേ, സഹായിക്കണമേ. എന്താ? ഒന്ന്, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. മനുഷ്യരിൽ വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വസ്തന്മാർ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് വലിയ ഭക്തിയും ഭക്തിയുടേതായിരിക്കുന്ന അത്യുച്ച കോടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുമ്പോൾ തികച്ചും ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? ദാവീദ് പറഞ്ഞ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഭക്തന്മാരില്ല, വിശ്വസ്തന്മാരുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥമായ ഭക്തിയും യഥാർത്ഥമായ ദൈവഭക്തിയും യഥാർത്ഥമായി ദൈവസന്നിധിയിൽ വിശ്വസ്തതയും നമ്മിൽ നിന്നകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭക്തിയുടെ ആധ്യാത്മികതയുടെ വർധനവ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ഭാഗത്ത് ഭക്തന്മാർ കുറയുമ്പോൾ ഇല്ലാതെ വരുന്നതും, മറുഭാഗത്ത് ഈ വലിയ പ്രകടനങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭക്തൻ്റെ വാക്യത്തിൽ നിന്നിങ്ങനെ പറയുവാൻ കഴിയും: ഭക്തന്മാരില്ല, ഭക്തിയുടെ വേഷങ്ങളും ഭക്തിയുടേതായിരിക്കുന്ന പ്രകടനങ്ങളും മാത്രമായി ബാഹ്യ പ്രകടനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ച. യഥാർത്ഥമായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന, ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്ന, തന്നോട് തന്നെ വിശ്വസ്തത കാണിക്കുന്ന വിശ്വസ്തന്മാരില്ലാതെ വരുന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തന്മാരായി നമ്മൾ കാണുന്നത് വെറും വേഷമാണ്, പ്രകടനമാണ് എന്ന് പറയുന്നതിൽ ഒരു വശം പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഈ പകലിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവമേ, ഞാൻ യഥാർത്ഥ ഭക്തനായിട്ടാണോ ജീവിക്കുന്നത്? എന്നിൽ വിശ്വസ്തതയുണ്ടോ ദൈവത്തോട്? ആമേൻ, നമ്മുടെ ചുറ്റുപാടുകളോട്, ആമേൻ, നമ്മുടെ കുടുംബത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നുണ്ടോ എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടൊരു ചോദ്യമാണ്. ഭക്തിയുടെ വേഷമല്ല, യഥാർത്ഥ ഭക്തിയുള്ളവരായി ജീവിപ്പാൻ, വിശ്വസ്തന്മാരായി ജീവിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.